എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് ആഭ്യന്തര വകുപ്പിലെ ഉന്നത സ്വാധീനമോ? വിവാദ പെന്തക്കോസ് സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. വിവാദ പാസ്റ്ററെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും ബോധപൂർവം ഒഴിഞ്ഞുമാറി രമേശ് ചെന്നിത്തല. ഉന്നത സ്വാധീനത്തിൽ കേസെടുക്കാതെ ഒത്തുകളിച്ച് പത്തനംതിട്ട പോലീസും. പത്തനംതിട്ട ഓമല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിവാദ പെന്തക്കോസ് സ്ഥാപനത്തിന്റെ ഉടമ ബിനു വാഴമുട്ടത്തിനും സ്ഥാപനത്തിനുമെതിരെ നൽകിയ പരാതികളിൽ പോലീസ് നിഷ്ക്രിയത്വം തുടരുകയാണ്. സ്ഥാപനത്തിലെ മനുഷ്യത്വ വിരുദ്ധ പ്രവൃത്തികൾ ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ ഒന്നിലധികം കള്ളക്കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും പാസ്റ്റർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് കീഴിലെ സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ നടന്ന മനുഷ്യത്വ ക്രൂരതകളിൽ ലൈവത്തോൺ അടക്കം നടത്തിയാണ് ജനൻ TV ഇടപെടൽ നടത്തിയത്. ലൈവത്തോണിനിടെ ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചെങ്കിലും പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ കേസെടുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ഒളിച്ചുകളി നടത്തുകയാണ്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന മന്ത്രിയുടെ നിലവിലെ പ്രതികരണം കൂടിയാകുമ്പോൾ പാസ്റ്ററുടെ സ്വാധീനം എത്രമാത്രമാണെന്ന് വ്യക്തമാകും. അങ്ങനെയൊന്നുമില്ല. ഒന്നാമത് അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. ഏതെങ്കിലും റിപ്പോർട്ട് DGP കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് ഗവൺമെൻറ് കൊടുക്കും. ഗവൺമെൻറ് ACS ഹോം അത് പരിശോധിച്ചിട്ടായിരിക്കും ഗവൺമെൻറ് മിനിസ്റ്ററിനുള്ളതിൽ എൻ്റെ എത്തുന്നത്. അതിൻ്റെതായ ഒരു സമയം ഉണ്ടാവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓമല്ലൂരിലെ വിവാദ പ്രാർത്ഥനാലയം ഒഴിഞ്ഞുകൊടുക്കണമെന്ന് കെട്ടിട ഉടമയും ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടും പാസ്റ്ററും അനുയായികളും ഇനിയും ഒഴിയാൻ തയ്യാറായിട്ടുമില്ല. ഇടതുവലത് രാഷ്ട്രീയ നേതാക്കളുമായി വിവാദ പാസ്റ്റർക്ക് ഉന്നത ബന്ധമാണ് ഉള്ളത്. ജനം, തിരുവനന്തപുരം.